ഇനി എറണാകുളത്തേക്ക് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചെയ്തു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. എറണാകുളം എന്ന മഹാനഗരത്തിൽ സജ്ജീകരണങ്ങളൊക്കെ റെഡി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ റെഡിയല്ലേ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് എറണാകുളം റെഡിയാണ്, നമ്മളും റെഡിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാമംഗലം SNDP ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ മോക്ക് പോളിംഗിന് വേണ്ടി ഉള്ള സജ്ജീകരണം, മോക്ക് പോളിംഗ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 7 മണി മുതൽ വോട്ടിംഗ് തുടങ്ങാനുള്ള സമയമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥർ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. രാവിലെ 7 മണിക്ക് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തും. പ്രമുഖരായ നിരവധി പേർക്ക് വോട്ടുള്ള സ്ഥലം കൂടിയാണ്, ലോക്സഭാ മണ്ഡലം കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത്. അതായത് മമ്മൂട്ടിക്കുണ്ട്, ദുൽഖർ സൽമാനുണ്ട്, റിമാ കല്ലിങ്കൽ, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, ധർമ്മജൻ ബോൾഗാട്ടി, വിനയ് ഫോർട്ട്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, നിവിൻ പോളി, അങ്ങനെ സിനിമാ താരങ്ങളുടെ ഒരു വലിയ നിര ഇവിടെ ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ വോട്ട് ഇവിടെയാണ്. അതോടൊപ്പം വ്യവസായ മന്ത്രി P രാജീവിന്റെ വോട്ട് ഈ മണ്ഡലത്തിലാണ്. മാത്യു കുഴൽനാടന് ഈ ജില്ലയിൽ വോട്ടുണ്ട്. അങ്ങനെ പ്രമുഖരായ അനവധി പേർക്ക് വോട്ടുള്ള, മതമേലധ്യക്ഷന്മാർക്ക് വോട്ടുള്ള മണ്ഡലം കൂടിയാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലം. ഈ ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ്. അരമണിക്കൂറിനകം ഇനി ഇവിടെ വോട്ടിംഗ് നടപടികളിലേക്ക് കടക്കും. രാവിലെ ഇതൊരു നഗരമണ്ഡലമാണ്, നമുക്ക് പൊതുവെ അറിയാം. ഈ നഗരമണ്ഡലത്തിലൊക്കെ തന്നെ രാവിലെ ഈ ആളുകൾ എത്തിച്ചേരുന്നതിന്, പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ഈ നഗരമണ്ഡലത്തിൽ ഈ മേഖലയിലേക്കൊക്കെ തന്നെ ആളുകൾ വോട്ടിങ്ങിന് വേണ്ടി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തുന്നു എന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം അതിന്റെ ദൃശ്യങ്ങളടക്കം നമുക്ക് നൽകാനും സാധിക്കും. വീറും വാശിയുമേറിയ പോരാട്ടം മറ്റെല്ലാ സ്ഥലങ്ങളിലും പോലെ തന്നെ ഇവിടെയും നടക്കുന്നുണ്ട്. 3 മുന്നണികളും ഒപ്പം 2020യും മത്സരരംഗത്തിന് ഇറങ്ങുന്നുണ്ട്. ഹൈബി ഈഡൻ UDFന് വേണ്ടി ഇറങ്ങുന്നു, K ജയശൈൻ LDFന് വേണ്ടി കളത്തിലുണ്ട്, ഡോക്ടർ KS രാധാകൃഷ്ണൻ NDAക്ക് വേണ്ടി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ജൂഡി ആന്റണി 2020ക്ക് വേണ്ടിയും ഇറങ്ങുന്നു. ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള വിലയിരുത്തലുകൾക്കൊന്നും തന്നെ ഇപ്പോൾ യാതൊരു സാധ്യതയുമില്ല, അടിസ്ഥാനവുമില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അല്പസമയത്തിനകം ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക്, ബൂത്തുകളിലേക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരു ഒഴുക്ക് തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. KTA ഷുക്കൂർ ഒരു കാര്യം പറയുന്നു, രസമുണ്ട്. കിഴക്ക് വെള്ള കീറും മുമ്പ് ത്രിമൂർത്തികൾ തൊള്ള കീറി തുടങ്ങി. സൂപ്പറായി അത് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം 3 പേരും ഇടത് ചൂണ്ടുവിരൽ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കും. ഏതെങ്കിലും ഒരു ചൂണ്ടുവിരൽ നമ്മൾ കാണിക്കും അല്ലേ? ചൂണ്ടാനല്ലേ നമ്മൾ ചൂണ്ടും. കാരണം വി ആർ ഇലക്ഷൻ മൂവേഴ്സ്. നമ്മളിനി എങ്ങോട്ടാ വിജയകുമാർ? നമുക്ക് ഒരു കാര്യം കൂടെ, അത്യാവശ്യമായിട്ടൊരു കാര്യം, ചായ കുടിച്ചെന്നുള്ളതാണ്. വടകര മണ്ഡലം തലശ്ശേരി ബൂത്ത് 59 വോട്ട് ചെയ്യാൻ ക്യൂ തുടങ്ങി. വടകരയിൽ ഇപ്പൊ മിഥില റിപ്പോർട്ട് ചെയ്യുന്നു 6:24 ആയപ്പോ അവിടെ വേറൊരു ബൂത്തിലും അപ്പൊ മിഥില വേഗം ഒന്ന് റെഡി ആയിക്കോളും, നമ്മൾ അങ്ങോട്ട് വരും അല്ലേ?